ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ട്രാവലറിൽ ഉണ്ടായിരുന്ന 12ഓളം പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശവാസികളുടെയും വഴിയാത്രക്കാരുടെയും സമയോചിതമായ ഇടപെടലിലൂടെയാണ് വലിയ ദുരന്തം ഒഴിവായത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് റീജിത്ത്, കൊല്ലം ആറുമുറിക്കട ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ വാഹനത്തിന് തീ പിടിക്കുന്ന സംഭവം ഉണ്ടായത്. അതായത് ടെമ്പോ ട്രാവലർ ഇങ്ങനെ റോഡിലൂടെ വരുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ വാഹനത്തിൽ നിന്ന് തീ ഉണ്ടാവുകയും പ്രശ്നം ഡ്രൈവർ തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹം ആ സമയത്ത് ഇടപെട്ട് വണ്ടി അവിടെ നിർത്തി അങ്ങനെ യാത്രക്കാരെയൊക്കെ പുറത്തേക്ക് ഇറക്കി. പിന്നീട് ആ പ്രദേശവാസികളും ഈ വഴി യാത്രക്കാരും എല്ലാവരും കൂടി ചേർന്ന് അതിനെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആറുമുറിക്കട ജംഗ്ഷനിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും യാത്രക്കാരുടെ ഒക്കെ തന്നെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് കൃത്യമായി ഒരു വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും ഈ സംഭവത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വാഹനത്തിൽ തീ പിടിച്ചപ്പോൾ തന്നെ ഈ 12ഓളം ആളുകളെയും വാഹനത്തിൽ നിന്ന് മാറ്റാനായി. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറാണ് പെട്ടെന്ന് തീ പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും 12 പേരും സുരക്ഷിതരാണ്, മറ്റ് പ്രശ്നങ്ങളില്ല. ശരി, AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നാട്ടുകാരുടെ, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സമയോചിതമായ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. പുക ഉയരുന്നത് കണ്ടത് ആദ്യമേ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാനായി. അതെ, കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ ഒരു കാഴ്ച പാലക്കാട്ട് നിന്ന് നമ്മൾ കണ്ടതാണ്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചതും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പുറത്തിറക്കുന്നതും തീ അണയ്ക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്.